ആ പാർട്ടിയെ വിട്ടിട്ട് അവർ മറ്റൊരു പാർട്ടിയിലേക്ക് വരണമെങ്കിൽ അത് അവർക്ക് അവിടെ നിലനിൽപ്പില്ല എന്നൊരു തോന്നലുണ്ടായാലാണ്. അവർക്ക് ഇനിയും ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിലനിൽപ്പുള്ള ഒരു സ്ഥലത്തേക്ക് പോയെങ്കിലേ പറ്റുകയുള്ളൂ. പി.കെ. ശശിക്കെതിരെ CPM തിരിഞ്ഞാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം. CPM വലിയ രീതിയിലുള്ള റാലി നടത്തുകയും ആ റാലിയുമായി ബന്ധപ്പെട്ട് ആർഷ വന്നിട്ട് അദ്ദേഹത്തിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതലും UDF ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും സൈബർ വിങ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് P.K. ശശിയാണ്. SFI ആണെങ്കിലും DYFI ആണെങ്കിലും കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള പാർട്ടി പ്രവർത്തനമാണ് നടത്തുന്നത്. ഒരു ഭരണപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാകുമ്പോൾ സർവകലാശാലയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഗവർണർ ഓഫീസിലേക്ക് തള്ളി കയറുമ്പോൾ പോലീസുകാർ കൈ കൊടുത്ത് അകത്ത് കയറ്റുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഈ അഗ്രസീവായിട്ടുള്ള സമരം കണ്ടിട്ടാണ് കൂടുതലും വിദ്യാർത്ഥികൾ വിപ്ലവം മൂത്ത് ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. P.K. ശശിയും CPM-ഉമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതും CPM-ഉം അതുപോലെ തന്നെ P.K. ശശിയുടെ പല പ്രസ്താവനകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ അതിനുശേഷം പല കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തെ UDF-ലേക്ക് ക്ഷണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം UDF-ലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വ്യക്തിയാണ് ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് CPM-ൽ ഇനി P.K. ശശിക്ക് നിലനിൽപ്പില്ല, UDF-ലേക്ക് വരാം എന്നുള്ള രീതിയിൽ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അദ്ദേഹത്തെ ക്ഷണിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ഇദ്ദേഹം CPM-ൽ നിന്ന് മണ്ണാർക്കാട് നമുക്കറിയാം CPM-നെ ആ ഒരു പാർട്ടി അവിടെ നിലയുറപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ P.K. ശശി എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തി ഇത്രയും പെട്ടെന്ന് കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നു, സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയി. അപ്പോൾ ഇവരെല്ലാം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയെ വിട്ടിട്ട് അവർ മറ്റൊരു പാർട്ടിയിലേക്ക് വരണമെങ്കിൽ അത് അവർക്ക് അവിടെ നിലനിൽപ്പില്ല എന്നൊരു തോന്നലുണ്ടായാലാണ്. രാഷ്ട്രീയത്തിൽ നിലനിൽപ്പില്ലെങ്കിൽ അവിടെ നിന്നിട്ട് കാര്യമില്ല, ഇല്ലാതായി പോകത്തേ ഉള്ളൂ. അങ്ങനെ എത്ര നേതാക്കന്മാരാണ് ഇല്ലാതായി പോയത്. അപ്പോൾ അവസാന കാലഘട്ടത്തിൽ VS അച്യുതാനന്ദനെ പോലും സൈഡാക്കി മാറി നിൽക്കേണ്ടി വന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതം പോലും അദ്ദേഹം ഒന്നുമല്ലാതായി പോകുന്നൊരു നിമിഷത്തിലേക്ക് പോയ നിമിഷങ്ങളുണ്ട്. അപ്പം രാഷ്ട്രീയത്തിൽ ഒരു തവണ ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ, നിലനിൽപ്പില്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രസക്തി ഇല്ലാതായി പോകുന്നൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള പല നേതാക്കന്മാരും ഇന്ന് ആ പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക്, അവരാരുടെയും പേരുകൾ പോലും കേൾക്കാത്ത രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലനിൽപ്പില്ലെങ്കിൽ പോയേ പറ്റത്തുള്ളൂ. അവർക്ക് ഇനിയും ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിലനിൽപ്പുള്ള ഒരു സ്ഥലത്തേക്ക് പോയെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പം മണ്ണാർക്കാട് വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ P.K. ശശിക്കെതിരെ CPM തിരിഞ്ഞാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം. അതായത് ഒരു വേദിയിൽ കുഞ്ഞാലിക്കുട്ടിയും, അതായത് UDF ആണ് അവിടുത്തെ നഗരസഭ ഭരിക്കുന്നത്. അപ്പം ആ നഗരസഭയുടെ ഒരു പരിപാടിക്ക് P.K. ശശിയെ വിളിക്കുകയും അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പോൾ ആ വേദിയിൽ കുഞ്ഞാലിക്കുട്ടിയും എല്ലാം ഉണ്ടായിരുന്ന വേദിയിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നഗരസഭയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഉന്നയിക്കുക. അല്ലാതെ മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നവൻ അപ്പുറത്ത് വെളിയിൽ നിൽക്കുന്നവൻ്റെ ദേഹത്ത് ഒരു കറുത്ത പൊട്ടിരിക്കുന്നു എന്ന് കരുതി നിൻ്റെ ദേഹത്ത് കറുത്ത പൊടിയിരിക്കുന്നു, ആ തട്ടിക്കള എന്ന് പറയുന്ന രീതി ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യമായിട്ട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള CPM-കാരെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു തരത്തിൽ CPM-നെ പ്രാദേശിക നേതാക്കന്മാരെ ഒറ്റുകൊടുത്തു. അല്ലെങ്കിൽ CPM അവിടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, അവിടുത്തെ അഴിമതി അല്ലെങ്കിൽ UDF-ൻ്റെ അഴിമതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് പാർട്ടി വിരുദ്ധ വികാരമായിട്ട് അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ട് P.K. ശശിയുടെ ആ വാക്യങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെ അവിടുത്തെ CPM ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ തരം താഴ്ത്തുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന് അവിടെ പല രീതിയിലുള്ള ആക്രമണ സ്വഭാവമുള്ള രീതിയിലുള്ള ഭീഷണികളും ഈ CPM-ൽ നിന്നുള്ള പിന്നീട് നമ്മൾ കണ്ടതാണ്. CPM വലിയ രീതിയിലുള്ള റാലി നടത്തുകയും ആ റാലിയുമായി ബന്ധപ്പെട്ട് ആർഷ വന്നിട്ട് അദ്ദേഹത്തിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും എല്ലാം ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. പിന്നീട് മണ്ണാർക്കാട് പാർട്ടി ഓഫീസിലേക്ക് പടക്കമെറിയുന്ന വിഷയം, അങ്ങനെ വലിയ രീതിയിൽ CPM-ൽ തന്നെ അവിടെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ നടക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവസാനം P.K. ശശിക്ക് അവിടെ നിൽക്കക്കള്ളി ഇല്ലാതെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഉചിതമായിട്ടുള്ള പാർട്ടി UDF ആണെന്ന് UDF തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ആദ്യമേ തന്നെ പറയുന്നത് V.K. ശ്രീകണ്ഠനാണ്.
VK ശ്രീകണ്ഠൻ MP മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞതാണ്, അദ്ദേഹത്തിന് അവിടെ പറ്റുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന് CPM-ൽ തുടരാൻ കഴിയുന്നില്ലെങ്കിൽ UDF-ലേക്ക് വരുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ആദ്യം ഇത് പറഞ്ഞ സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്, PK ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചു എന്നുള്ള രീതിയിൽ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PK ശശിയായിരുന്നു സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതലും UDF-കാരെ ആക്രമിക്കുന്നത്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും സൈബർ വിങ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് PK ശശിയാണ്. കാരണം PK ശശിക്ക് ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനവും കാര്യങ്ങളും അല്ലെങ്കിൽ കേസുകൾ വരെ ഉൾപ്പെടുന്ന രീതിയിലേക്ക് പോയ ഒരാളാണ് PK ശശി. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം PK ശശിയെ കൃത്യമായിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ളൊരു പാർട്ടിയാണ് CPM. അപ്പം CPM അങ്ങനെയുള്ളൊരു പാർട്ടിയെ PK ശശി കൈവിടുമോ എന്നുള്ളതൊക്കെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. എല്ലാവരും അവിടെ നിന്ന് ഇപ്പുറത്ത് നിന്നും അദ്ദേഹത്തിനോട് പറയുകയാണ്, പറ്റുമെങ്കിൽ വരൂ. അപ്പം CPM-നെ പുകഴ്ത്തി പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ CPM-ആയിട്ട് യോജിച്ചു പോകാൻ പറ്റാത്തൊരു രീതിയിലാണ് PK ശശി നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് മറുത്തൊന്നും പറയാൻ കഴിയില്ല. ഈ സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ വേലി ചാടി വരേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നേക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ സമയത്താണ് നമ്മുടെ VK ശ്രീകണ്ഠൻ MP ആണെങ്കിലും സന്ദീപ് വാര്യർ ആണെങ്കിലും ഇവരെല്ലാം UDF-ലേക്ക് ക്ഷണിക്കുന്നത്. അത് UDF-ന്റെ ഒരു സമ്മർദ്ദ തന്ത്രമാണ്. ഇതിപ്പോ നമ്മൾ കണ്ടിരുന്നു, ഈ ഒരു കാല് തല്ലിയൊടിക്കും അല്ലെങ്കിൽ കാല് വെട്ടും, അങ്ങനെയുള്ള അക്രമ രീതിയിലുള്ള ഒരുപാട് ഭീഷണികൾ ഇദ്ദേഹത്തിന് നേരെ വന്നിരുന്നു. ഈ ഒരു അക്രമ സ്വഭാവമുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ കേരളം പോകുന്നതെങ്കിൽ അതൊരിക്കലും നല്ല രീതിയിലായിരിക്കില്ല എന്നുള്ള ആ ഒരു പ്രസ്താവനയ്ക്ക് ഇപ്പൊ പല നേതാക്കന്മാരും നടത്തുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം SFI നടത്തിയ സമരത്തിൽ അവരും അക്രമ രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു സമരം നടത്തിയത്. ഒരിക്കലും സമാധാനപരമായ ഒരു സമരം ആയിരുന്നില്ല നമ്മൾ ആരും കണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ SFI ആണെങ്കിലും DYFI ആണെങ്കിലും കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള പാർട്ടി പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇവരുടെ ശൈലി നോക്കി കഴിഞ്ഞാൽ തന്നെ അഗ്രസീവായിട്ടുള്ള ശൈലിയാണ്. ഇപ്പോൾ ആരെങ്കിലും എന്താടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്ന രാഷ്ട്രീയമാണ് പലപ്പോഴും SFIക്കാണെങ്കിലും DYFIക്കാണുള്ളത്. ചോദ്യം ചോദിക്കുന്നവർ എതിർക്കുന്ന രീതിയാണ് പലപ്പോഴും ഉള്ളത്. കേരളത്തിലെ ക്യാമ്പസുകൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഏകപക്ഷീയമായിട്ടാണ് SFI ആണെങ്കിലും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും ചോദ്യം ചോദിക്കാനോ സംഘടനാ പ്രവർത്തനം നടത്താനോ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ തലതല്ലി പൊടിച്ച് അവരെ ഓടിച്ചു വിടുന്ന രീതി പണ്ട് തൊട്ടേ SFIക്കുണ്ട്. സമരങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, കേരള സർവകലാശാലയിലേക്ക് SFI സമരം നടത്തുന്നത്. ആ സമരത്തിൽ SFI എത്രത്തോളം അഗ്രസീവ് ആണെങ്കിൽ പോലും പോലീസുകാരെങ്ങനെയാണ് SFIയോട് പെരുമാറുന്നത്? അതായത് ഒരു ഭരണപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാകുമ്പോൾ, സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടന എന്നൊക്കെ SFI പറയുമെങ്കിലും CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് തന്നെയാണ്, അതായത് CPM-ന്റെ ഒരു വിദ്യാർത്ഥി സംഘടന ആയിട്ട് തന്നെയാണ് SFIയെയും DYFI എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ DYFI യൂത്തിൻ്റെയും SFI എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെയും ബാലസംഘം എന്ന് പറയുന്നത് കുട്ടികളുടെയും, അങ്ങനെ CPM-ന്റെ തന്നെ ഒരു സഖ്യ പാർട്ടികളായിട്ട് അല്ലെങ്കിൽ അവർ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ടാണ് ഇവരെ എല്ലാം നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പം CPM-ലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പാർട്ടിയാണ് SFI എന്ന് പറയുന്നത്. അത് വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ പോലും വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ CPM-ലേക്ക് ആകൃഷ്ടരാകുന്നതും പിന്നീട് പാർട്ടിയിലേക്ക് ചെന്ന് കയറുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ പാർട്ടിയിലുള്ള പല നേതാക്കന്മാരും കഴിഞ്ഞ കാലങ്ങളിൽ SFIയുടെ ഏറ്റവും വലിയ നേതാക്കന്മാരായിരുന്നു. SFIയിൽ നിന്നും DYFIയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള നേതാക്കന്മാരാണ് ഇന്ന് CPM-ലുള്ളത്. അപ്പം അങ്ങനെ ഒരു പാർട്ടി സ്വതന്ത്ര പാർട്ടിയാണെന്ന് പറയുമെങ്കിലും അത് അവരുടെ തന്നെ ഒരു സഖ്യമായിട്ടുള്ള പാർട്ടിയാണ്. അപ്പം അങ്ങനെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയെ പോലീസുകാർ നേരിടുന്നത് കൈ കൊടുത്തിട്ടാണ്. നമ്മൾ കണ്ടതാണ്, സർവകലാശാലയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഗവർണർ ഓഫീസിലേക്ക് തള്ളി കയറുമ്പോൾ പോലീസുകാർ കൈ കൊടുത്ത് അകത്ത് കയറ്റുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. ആ രീതിയിലാണ് പോലീസുകാർ ഇവരെ കൈകാര്യം ചെയ്തത്. പക്ഷെ അതിനപ്പുറത്തേക്ക് KSU മറ്റു വിദ്യാർത്ഥി സംഘടനകളോ ആണ് സമരം നടത്തുന്നതെങ്കിൽ അതിനെ നേരിടുന്നത് മുഷ്ടി ചുട്ടിയായിരിക്കും അല്ലെങ്കിൽ ലാത്തി കൊണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് അടികൊടുത്തും ഇടികൊടുത്തും തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഇവർ രണ്ട് കാലിൽ വെള്ളം ചവിട്ടുന്ന ആളുകളാണ് SFIയിലും DYFIയിലും എല്ലാം ഉള്ളത്. ഇതിൽ ആക്രമിക്കരുത്, ആക്രോശിക്കരുത്, അല്ലെങ്കിൽ അടി ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളും എന്ത് വന്നു കഴിഞ്ഞാലും അടി കൊടുത്ത് പറഞ്ഞു വിടണം എന്ന് പറയുന്ന രണ്ടാളുകളും, ഈ രണ്ട് പേരും ഒരേ സമയം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം അടി കൊടുത്ത് മാത്രമാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ ആ സംഘടന അവിടെ തന്നെ തീർന്നു പോയേനെ. പക്ഷെ ഒരേ സമയം അടി കൊടുക്കാനും കുറച്ച് പേരുണ്ട്. ഇത് അടി കൊടുക്കരുത് ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് രീതിയാണ് ഇപ്പൊ നമ്മൾ SFIയിലാണെങ്കിലും. ഇതൊരു തന്ത്രമാണ്. ഒരേ സമയം നിങ്ങൾ ആരെയും അടിക്കരുത്, അടിക്കുന്നത് തെറ്റാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യവും സമത്വവും എല്ലാം കൊടുക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയാൻ വരുന്നതിൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്ന രാഷ്ട്രീയമാണ് SFIക്കുള്ളത്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അപ്പം ഇവരെ നമുക്ക് ഒരിക്കലും
നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത് അല്ലെങ്കിൽ ആക്രോശിക്കരുത്, അഗ്രസീവായിട്ട് സമരം നടത്തരുത് എന്നൊന്നും പറയാൻ കഴിയില്ല. ഈ അഗ്രസീവായിട്ടുള്ള സമരം കണ്ടിട്ടാണ് കൂടുതലും വിദ്യാർത്ഥികൾ വിപ്ലവം മൂത്ത് ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഈ ചോര പൊലിയുന്നതും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ കാണിക്കുന്നതും ഇതെല്ലാം കണ്ടിട്ട് തന്നെയാണ് യുവാക്കൾ കൂടുതൽ ആകൃഷ്ടരാകുന്നത്. കാരണം യുവാക്കളുടെ ഒരു പ്രായം എന്ന് പറയുന്നത് ആ ഒരു അഗ്രസീവായിട്ടുള്ള പ്രായമാണ്. ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് എനിക്ക് 10 പേരെ കാണിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് SFIയിലോ DYFIയിലോ പോകുന്നത് തന്നെയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ അവർക്ക് ആരെയും പേടിക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ 10 പേരെ വിളിച്ചുകൊണ്ട് പോയി അടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കേരളത്തിലെ ഓരോ പ്രദേശത്തും ഇന്ന് SFIക്കും DYFIക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.